സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ എറണാകുളം, കൊച്ചി. നമുക്ക് എറണാകുളത്ത് നിന്ന് തന്നെ ആരംഭിക്കാം. LDF സ്ഥാനാർത്ഥി സാബു ജോർജ്, UDF സ്ഥാനാർത്ഥി TJ വിനോദ്, NDA സ്ഥാനാർത്ഥി PR ശിവശങ്കർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് എറണാകുളം. അന്ന് അദ്ദേഹം 42% വോട്ട് വീതം നേടുകയുണ്ടായി. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ ജനങ്ങൾ ഓരോ പാർട്ടിയെയും എപ്രകാരം വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും 1-ാം സ്ഥാനം UDFനും 2-ാം സ്ഥാനം LDFനുമാണ് എറണാകുളത്തെ സമ്മതിദായകർ നൽകിയിട്ടുള്ളത്. ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളെ വ്യക്തമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക അപഗ്രഥിച്ചിരിക്കുകയാണ്. ഇതിനെ ആസ്പദമാക്കി നമുക്ക് നോക്കാം ആര് എറണാകുളം നിയമസഭാ മണ്ഡലം വിജയിക്കുമെന്നുള്ളത്. ഇവിടെ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷമാണ്, 55.2% വോട്ട് വിഹിതം. LDF സ്ഥാനാർത്ഥിക്ക് 27% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 18% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് കൊച്ചി നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി KJ മാക്സി, UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ്, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേവിയർ ജൂലപ്പൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ KJ മാക്സി 42% വോട്ട് വീതം നേടി വിജയിച്ച ഒരു മണ്ഡലമാണിത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ കൊച്ചിയിലെ സമ്മതിദായകർ എങ്ങനെ ഓരോ പാർട്ടിയെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും LDFനാണ് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം UDFനും. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1-ാമത് എത്തിയിരിക്കുന്നു, LDF 2-ാമതും. ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സമഗ്രമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക അപഗ്രഥിച്ചിരിക്കുകയാണ്. അതിനെ ആസ്പദമാക്കി നമുക്ക് നോക്കാം ആര് കൊച്ചി നിയമസഭാ മണ്ഡലം വിജയിക്കുമെന്നുള്ളത്. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ LDF ആണ് ഓരോ തൊഴിൽപ്പാട് മുമ്പിൽ നിൽക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് KJ മാക്സിക്ക് ഇവിടെ 47% വോട്ട് വിഹിതമാണ് നിലവിൽ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 44% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 9% വോട്ട് വിഹിതവും. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. Until then, signing off. Good day.